ഒരു നല്ല ദിവസം കൂടി ദാനമായി തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 30-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: ഇന്നുള്ളതും അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്ര അധികം അലങ്കരിക്കുകയില്ല. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചു മടുത്തു പോയവരും ജീവിതത്തോട് തന്നെ മടുപ്പ് തോന്നിയവരോടും തിരുവചനത്തിന് പറയുവാനുള്ളത്: മടുപ്പ് തോന്നാതെ ദൈവത്തിൽ വിശ്വസിക്കുക, പ്രാർത്ഥന തുടരുക. ഇന്നുള്ളതും അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്ര അധികം അലങ്കരിക്കുകയില്ല എന്ന് തിരുവചനം ചോദിക്കുകയാണ്. നിങ്ങളുടെ മുൻപിൽ എല്ലാ വഴികളും അടയുമ്പോൾ വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് സമർപ്പിച്ച പ്രാർത്ഥനകളുടെയും ആരാധനയുടെയും ഫലമായി ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കും. വിശ്വസിക്കുക. തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും, ഇസ്രായേൽ ജനത്തിനു വേണ്ടി മോശയുടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയുടെ ഫലവും ദൈവത്തിന്റെ തീരുമാനവുമാണ് ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം ചെങ്കടൽ രണ്ടായി പിളർന്നത്. വിശ്വാസത്തോടെയുള്ള നിന്റെ പ്രാർത്ഥനകൾക്ക് പ്രതിഫലം നൽകുന്ന ശക്തനായ ദൈവമാണ് നിന്റെ കൂടെ ഉള്ളത് എന്ന് വിശ്വസിക്കണം. എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും അഭയം പ്രാപിച്ചത് സർവശക്തനായ ദൈവത്തിലാണ്. നമ്മുടെ എല്ലാ വഴികളും അടയുമ്പോൾ നാം ആശ്രയിക്കേണ്ടതും സർവശക്തനായ ദൈവത്തിലാണ്. തങ്ങളെ വീണ്ടും അടിമകളാക്കുവാനും കൊല്ലുവാനുമായി പാഞ്ഞെടുക്കുന്ന ഫറവോയുടെ സൈന്യത്തെയും മുൻപിൽ നിൽക്കുന്ന ചെങ്കടലിനെയും കണ്ട് ഇസ്രായേൽ ജനങ്ങൾ ഭയപ്പെട്ടു. എല്ലാ വഴികളും അടഞ്ഞപ്പോൾ സർവശക്തനായ ദൈവം അവർക്ക് വേണ്ടി ചെങ്കടലിനെ രണ്ടായി വിഭജിച്ച് അതിലൂടെ വഴി തുറന്നുകൊടുത്തു. സ്നേഹമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനകളുടെ ഫലമായി നമുക്ക് വേണ്ടി നന്മകളുടെ വഴികൾ തുറക്കുന്ന, പ്രതിഫലം നൽകുന്ന, രോഗങ്ങൾ മാറ്റുന്ന, നിരാശയെ പ്രത്യാശയാക്കി മാറ്റുന്ന, നിന്റെ തിന്മകളെ നന്മകളാക്കി മാറ്റുന്ന ദൈവം പറയുന്നു: ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. യേശു എന്ന വലിയ നാമത്തിന് മുൻപിൽ നമുക്കുള്ള സർവവും കൊടുത്തുകൊണ്ട് പറയാം: യേശുവേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി വണങ്ങും. കാരണം അവിടുത്തെ നാമം ഉന്നതമായ നാമമാണ്. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ അങ്ങയുടെ നാമത്തെ ഏറ്റുപാടുന്നു. ഹല്ലേലൂയ. വാഴ്ത്തിടുന്നേ, ഞങ്ങൾ വണങ്ങിടുന്നേ ഉന്നതമാം നാമമേ. ആർത്തിടും, സ്തുതിച്ചാർത്തിടും യേശുരാജാവിനെ. വാഴ്ത്തിടുന്നേ, ഞങ്ങൾ വണങ്ങിടുന്നേ ഉന്നതമാം നാമമേ. യാവേ, ഞങ്ങളുടെ ദൈവമേ, യാവേ, യാവേ, അങ്ങയുടെ നാമത്തെ ഉയർത്തി ഞങ്ങൾ പാടുന്നു. അഗ്നിയിൽ സ്വർണം ഉരുക്കിയെടുക്കുന്നത് പോലെ ഞങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ആശ്രയിക്കുവാനുള്ള ഏക നാമമാണ് കർത്താവായ യേശു ക്രിസ്തു. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. വിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളുടെ എല്ലാ ആകുലതകളും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ പരിശോധന പൊന്നുരുക്കും പോലെയല്ലേ, ആ പൊന്നുരുക്കും ശോധനയിൽ ഞാൻ ആശ്രയിക്കും നാമമിത്. വിശ്വാസത്തിൻ പരിശോധന പൊന്നുരുക്കും പോലെയല്ലേ, ആ പൊന്നുരുക്കും ശോധനയിൽ ഞാൻ ആശ്രയിക്കും നാമമിത്. യാവേ, 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 ഹല്ലേലൂയ. യാവേ, 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 യാവേ. ഹല്ലേലൂയ. ഹോരേബിലെ മുൾപ്പടത്തിൽ വെച്ച് മോശ ചോദിച്ചു: അങ്ങ് ആരാണ്? കർത്താവ് പറഞ്ഞു: ഞാനാകുന്നവൻ. ആ സത്യദൈവമാണ് യാഹ്വേ, ഇന്നും ജീവിക്കുന്ന കർത്താവായ ദൈവം. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് ആ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്താം.
താങ്ക് യു ജീസസ്. ഓറെബിലെ മുൾപ്പടർപ്പിൽ നീ ആരെന്നുള്ള ചോദ്യത്തിന് ഞാനാകുന്നവൻ ഞാനെന്ന് അരുളിയ സത്യദൈവമേ. ഓറെബിലെ മുൾപ്പടർപ്പിൽ Glory നീ Jesus. ആരെന്നുള്ള ചോദ്യത്തിന് ഞാനാകുന്നവൻ ഞാനെന്ന് അരുളിയ സത്യദൈവമേ. Hallelujah. യാഹ്വേ, യാവേ, യാഹ്. യാവേ, യഹോവയായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കും. യാവേ, ഗ്ലോറി 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 ഗ്ലോറി. യാവേ, യാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപാടും യേശു ക്രിസ്തു കർത്താവാണ്. സർവ ലോകത്തിന്റെ സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ മൂലോകങ്ങളും മുട്ടുമടക്കുന്ന ആ നാമത്തെ ഇന്നും ഞങ്ങൾ ഏറ്റുപാടി മഹത്വപ്പെടുത്തുന്നു. എല്ലാ നാമങ്ങൾക്കും മേലായി സർവശക്തനായ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ, ഉയർന്നു നിൽക്കട്ടെ. എല്ലാ മുഴങ്കാലും മടങ്ങും, യേശുവിന്റെ നാമത്തിൽ എല്ലാ നാവും ഏറ്റുപാടും. ഹല്ലേലൂയ. യേശു മാത്രം കർത്താവെന്ന് ആ നാമത്തിന്റെ മഹത്വത്തിനായി ആമേൻ. ഗ്ലോറി. എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ഏറ്റുപാടും. യേശു മാത്രം കർത്താവെന്ന് ആ നാമത്തിന്റെ മഹത്വത്തിനായി. യാവേ, ഓ ജീസസ്. യാവേ, ഹല്ലേലൂയ. യാവേ, ഗ്ലോറി ഗ്ലോറി. യാവേ. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിന് മുൻപിൽ ഞങ്ങളുടെ എല്ലാ വിധത്തിലുള്ള പ്രാർത്ഥനാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് കർത്താവേ ഞങ്ങളുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഇന്നേ ദിവസം കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ഏവരെയും സമൃദ്ധമായും സന്തോഷമായും സമാധാനമായും നിറക്കട്ടെ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.